റവയും ചോറും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ റവയ്ക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ട് വേണമെങ്കിലും ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തലേന്നത്തെ ചോറുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ. അപ്പോൾ വെച്ച ചോറാനും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലോട്ട് പാത്രത്തിലോട്ട് ചേർക്കാതെ നേരിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ അത്രയും ഒരു ഇതുണ്ടാവുമല്ലോ, മിക്സിൻ്റെ ജാറിൽ അത്രയും പണി ഒഴിവാകുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. ഒന്നാമത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ബ്ലെൻഡാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അത് ബ്ലെൻഡാക്കി എടുക്കണം കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ലൂസിലാട്ടോ നമുക്ക് മാവ് കെട്ടേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരം ചേർത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പിഞ്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് സോഡപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നൊന്നുമില്ല കേട്ടോ. നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ പണി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു ചെറിയൊരു തവി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തവി നന്നായിട്ടുണ്ടെന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ 1 മിനിറ്റോളം നമുക്ക് ഈ തവി നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്കൊരു 1/4 ഭാഗം മാവ് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മുക്കി വെക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നന്നായിട്ടുണ്ട് അതിങ്ങനെ മാവ് പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തവി നന്നായിട്ട് ചൂട് വേണം കേട്ടോ, എന്നാലേ ഇതുപോലെ വിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പോൾ നമ്മളെടുത്ത പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓരോന്നും ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് വേണ്ടിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവാതെ വരും. ഇനി നമുക്കിത് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗം ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.